സംസാര ഭാഷാ വളർച്ചയിൽ കുറച്ച് ഡിലേ ഉള്ള കുട്ടികൾ, അതായത് പ്രായത്തിനനുസരിച്ച് സംസാരിച്ചു തുടങ്ങാത്ത കുട്ടികളെ സ്കൂളിൽ വിടുന്നതോട് കൂടിയിട്ട് അവരുടെ സംസാര ഭാഷാ വളർച്ച നോർമലായി വരുമോ എന്നുള്ളൊരു ചോദ്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. പലരും കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പീച്ച് ലാംഗ്വേജ് ഡിലേ കാണുമ്പോൾ തെറപ്പികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരുപാട് നാള് വെച്ചിരുന്ന് ഒരുപാട് ഡിലേ വരുത്തി പിന്നീട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, കുഞ്ഞിനെ സ്കൂളിലോട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും നാള് വെയിറ്റ് ചെയ്തത് എന്ന് പറയാറുണ്ട്. ശരിയാണ്, സ്കൂളിൽ വിട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണും. അതുപോലെ തന്നെ അവിടെ നല്ല സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു സ്ട്രക്ചർഡ് രീതിയിൽ പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരുപാട് ഒരു സ്പീച്ച് ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടികളിൽ അവരുടെ സംസാര ഭാഷാ വളർച്ച പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ സ്കൂളിംഗ് കൊണ്ട് മാത്രം പറ്റുമെന്നുള്ളത് ശരിയല്ല. കാരണം ഒരു സ്പീച്ച് ലാംഗ്വേജ് ഡിലേ എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞിന്റെ അപ്പോഴത്തെ ഏജിനനുസരിച്ചിട്ടുള്ള സംസാര ഭാഷാ വളർച്ച ഇല്ല എന്നുള്ളത് ഒരു കണ്ടീഷൻ വരുന്നതാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ. അത് പല കുട്ടികളിലെയും ആ ഡിലേ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പം ഒരു 5 വയസ്സുള്ള കുട്ടിയിൽ നമ്മൾ ഒരു സ്പീച്ച് ലാംഗ്വേജ് അസസ്മെന്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ കണ്ടു. അതായത് കുട്ടിക്ക് 5 വയസ്സുണ്ടെങ്കിലും കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നിൽക്കുന്നത് ഒരു 2 വയസ്സായ കുട്ടിയുടെ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിട്ടിട്ട് അതുവഴി കുഞ്ഞിന് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. കാരണം ഇത്രയും ഒരു ഗ്യാപ്പ്, കുഞ്ഞിന്റെ സംസാര ഭാഷ വളർച്ചയുടെ ഒരു ഗ്യാപ്പ് നന്നായിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടിക്ക് 2 വയസ്സിന്റെ ഡെവലപ്മെന്റേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 3 വർഷത്തിന്റെ സ്പീച്ച് ലാംഗ്വേജ് ഡിലേ കുട്ടിക്കുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ നിർബന്ധമായിട്ടും സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി ചെയ്താലേ കുഞ്ഞിന് അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണുള്ളൂ. എന്നാൽ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് കുഞ്ഞിന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ 4.5 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ട്. അതായത് ഒരു 6 മാസത്തിന്റെ ഡിലേ ആണ് നമുക്ക് കുഞ്ഞിന് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ സ്കൂളിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതുവഴി കുഞ്ഞിന്റെ സംസാര ഭാഷാ വളർച്ച നല്ലപോലെ ബെറ്റർ ആയിട്ട് വരും. കൂടെ നമ്മൾ വീട്ടില് ഹോം ട്രെയിനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 6 മാസത്തെ ഡിലേ ഒക്കെ നമുക്ക് കവറപ്പ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ഒരുപാട് വർഷത്തൊക്കെ ഡിലേ ഉള്ള കുട്ടികൾക്ക് സ്കൂളിങ്ങിലൂടെ അവരുടെ സംസാര ഭാഷാ വളർച്ച ഡെവലപ്പ് ആകും എന്നുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഡിലേ വരുത്തരുത് അവരുടെ ഇന്റർവെൻഷന് വേണ്ടിയിട്ട്. അത് ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്, അവർക്ക് വരുന്ന ഇംപ്രൂവ്മെന്റ്സും വ്യത്യസ്തമാണ്, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഡിലേയും വ്യത്യസ്തമാണ്. ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്, ഓരോ കുട്ടികൾക്കും വരുന്ന ഇംപ്രൂവ്മെന്റ്സും വ്യത്യസ്തമാണ്. അപ്പം ഈ ഒരു അറിവ് മറ്റുള്ള പേരൻസിലോട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.